ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയിലെ നായികയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നീമ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ മൂവി റിലീസ് ആവാൻ പോകുന്നു. ഈ വരുന്ന 30 കാണാൻ മറക്കില്ല കേട്ടോ. ഇല്ല, കാണാൻ മറക്കില്ല. അപ്പൊ എത്രാമത്തെ സിനിമയാണ് ഇത്? ഇതിന്റെ സെക്കൻഡ് മൂവിയാണ്. സെക്കൻഡ് മൂവിയാണ്. ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതാണോ അതോ? അല്ല, ഞാൻ ഗുമസ്തൻ എന്ന് പറയുന്ന മൂവിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ കോള് വരുന്നത്. അപ്പോ ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് തിയേറ്ററിൽ റിലീസ് ആവുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികനാണ്. ചെയ്ത വർക്ക് ഗുമസ്തനാണ്. അതെ അതെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? സിനിമയിലോട്ട് എത്തുന്നത് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ അത് തന്നെയാണ് യൂസ് ചെയ്തത്. അല്ലാതെ എനിക്ക് വേറെ കണക്ഷൻസ് ആൾക്കാരൊന്നും അറിയില്ല. അപ്പോൾ നമ്മളുടെ ഒരു അഭിനയിക്കുന്നതും ആക്ടിങ് ലെവലും പിന്നെ ഡാൻസും എല്ലാം ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീൽഡ് കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തതാണ് ഈ മൂവിലോട്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ട് ചെയ്യണമെന്ന് ഇഷ്ടം, ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടം. അങ്ങനെ പാഷന് പിന്നാലെ പോയതാണ് ശരിക്കും. അപ്പൊ ഏതാണ് കൂടുതൽ ഇഷ്ടം? ഏത്? ആക്ടിംഗ് ആണോ, ഡാൻസിങ് ആണോ, അതോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണോ? ഇല്ല, എനിക്ക് ആക്ടിംഗ് ആണ് ഇഷ്ടം. എന്നാലും ഡാൻസ് ഒപ്പം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ മൂവിയിൽ തന്നെ ഒരു സോങ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് ഡാൻസ് കളിക്കാൻ പറ്റി. അതിന്റെ ത്രൂ ഔട്ട് കൊറിയോഗ്രാഫർ ഞാനായിരുന്നു. കൊറിയോഗ്രാഫറും സിനിമയുടെ കൊറിയോഗ്രാഫറും അതെ അതെ. സുമിത്തേട്ടനൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഡാൻസിന്റെ ഒരു ഇതിലൊക്കെ. അപ്പോൾ ഞങ്ങക്ക് പറ്റിയ സ്റ്റെപ്പുകൾ എനിക്ക് സുമിത്തേട്ടനും കൂടെ അത് ഞങ്ങൾ ഓൾറെഡി കൊറിയോഗ്രാഫ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മൂവിയുടെ സോങ് നമുക്ക് തരുമ്പോൾ ഷൂട്ടിന്റെ ഇടയിൽ വെച്ചിട്ട് പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഡാൻസ് ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ടേക്ക് എടുത്തപ്പോൾ സുമിതേട്ടൻ ഇതൊക്കെ മറന്നുപോയി. അപ്പൊ ഞാൻ ഇതല്ലല്ലോ അപ്പൊ പഠിപ്പിച്ചത് എന്നൊക്കെ ഓർത്ത്. പിന്നെ ആ സുമിതേട്ടന് പറ്റുന്ന ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ചിരിച്ച് കുട്ടി കുട്ടി റൊമാൻസ് ഒക്കെ എടുത്ത് ആ ഒരു സോങ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ആൽബം സോങ് എന്ന് പറയുന്നത് സജീർ കോപ്പത്തിന്റെ കൂടെ വർക്ക് ചെയ്തതാണ്. നദി എന്ന് പറയുന്ന ഒരു ആൽബമാണ്. ഞങ്ങൾ കാശ്മീരാണ് ഷൂട്ട് ചെയ്തത്. അതാണ് എന്റെ ഫസ്റ്റ് പ്രോജക്ട്. ഗുമസ്തൻ നായികയായിട്ടാണ് ബിബിൻ ജോർജ്. അല്ല, അമൽ ജോബിയാണ്, അമൽ കെ ജോബിയാണ് സർ ഡയറക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആ മൂവി ഇതുപോലെ കുഴപ്പമില്ല. അതിലും സോങ് ഒക്കെ ഉണ്ട്. സ്റ്റീവൻ ദേവസിയാണ് സാറിന്റെ ആണ് സോങ് ഒക്കെ. നല്ലതാണ്. ഇനിയൊരു തമിഴ് പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ വർഷം എൻഡില് സ്റ്റാർട്ട് ചെയ്യും. എനിക്കെപ്പോഴും നമുക്ക് മലയാളം എന്താ അങ്ങനെയല്ല. നമ്മൾ ആക്ട് ചെയ്യുമ്പോ നമുക്ക് ഇപ്പൊ ഏത് ലാംഗ്വേജ് ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ ആക്ടിങ് ഈസ് ആക്ടിങ്. അപ്പൊ അതിപ്പോ തമിഴാണെങ്കിലും എനിക്ക് തമിഴ് അറിയാം. തെലുങ്ക് എനിക്ക് അറിയില്ല. അറിയില്ല. നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ ഉള്ളതുകൊണ്ടേ അവിടേക്കും വിളിക്കാലോ. അറിയത്തില്ല, എല്ലാം വിളിക്കട്ടെ. തമിഴ് അറിയാം, കന്നഡ അറിയാം. കന്നഡ ഒക്കെ പ്രോപ്പർ ആണ്. പിന്നെ മലയാളം നമുക്ക് പിന്നെ അത് നമ്മൾ ഒട്ടും മോശമല്ലല്ലോ. അപ്പൊ ഈ സിനിമയിലെ കഥാപാത്രത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ സിനിമയിലെ മിന്നു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. കിച്ചുവിന്റെ പേരാണ്. കിച്ചു എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ്. പണ്ടത്തെ പ്രേമൊക്കെ ഇല്ലേ, ആരും ഫോണൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കിച്ചുവിനെ കാണാൻ വേണ്ടി എന്ത് റിസ്കിലാണെങ്കിലും വീട്ടിലേക്ക് എതിർത്തിട്ടാണെങ്കിലും ഇറങ്ങി ചെല്ലും. കിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പാവം കിച്ചുവാണ്. ആ ഒരു പാവത്താനും ആ ഒരു ഇതെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ് മിന്നു. അപ്പൊ കിച്ചുവിനെ കാണാൻ ആരെതിർത്താലും പോവും. നല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. കിച്ചുവിന്റെ ഒരു ഡ്രീം ട്രൂ ആവുന്ന ഒരു മൊമെന്റ് ആണ് ഫിലിം.